CPIM നേതാവിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു. നിരവധി കർഷക പോരാട്ടങ്ങൾക്കും കുടിയേറ്റ കർഷകരുടെ പട്ടയം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനും സന്ധിയില്ലാ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും സഹകരണ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന CPM നേതാവും ആശാരിക്കാട് ഗ്രാമീണ സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റുമായിരുന്ന സഖാവ് KM ഗോപാലന്റെ ഒന്നാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. CPIM ആശാരിക്കാട് പാർട്ടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും കാലത്ത് പുന്നച്ചുവട് സെന്ററിൽ പ്രഭാതഭേരിയും പുഷ്പാർച്ചനയും നടന്നു. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി തങ്കച്ചൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം KV അദിത അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP സുജിത്, EM വർഗീസ്, AG സുബിൻ കുമാർ, KT ജിതിൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. സഹകരണ ബാങ്ക് അങ്കണത്തിൽ ബാങ്ക് പ്രസിഡന്റ് EM വർഗീസ് ഓർമ്മമരം നടുകയും പ്രവർത്തകരും കുടുംബാംഗങ്ങളും KM ഗോപാലന്റെ വീട്ടിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. CPI ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS പ്രദീപ് കുമാർ പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 4:30 സംഘം കണ്ണാറയിൽ പണി കഴിപ്പിച്ച മിനി ഓഡിറ്റോറിയം ഹാൾ KM ഗോപാലന്റെ പേരിൽ നാമകരണം ചെയ്യും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വലിയ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് ആശാരിക്കാട് ദർബ പ്രദേശങ്ങളിൽ, പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ കർഷകരുടെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഗോപാലേട്ടൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും കടമയും അത് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കുക എന്നതാണ് ഗോപാലേട്ടൻ്റെ ഈ ജന്മദിനത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ. തീർച്ചയായും നമുക്ക് കഴിയും. നമ്മുടെ പ്രസ്ഥാനം അതിന് കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ധീരമായി മുന്നോട്ട് പോകണം. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ബാങ്കിൻ്റെ ലോക്കൽ കമ്മിറ്റി മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞു. ഈ നാട്ടിലെ ആളുകൾ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അതോടൊപ്പം തന്നെ മലയോര കാർഷിക മേഖലയിൽ മലയോര കർഷക കോൺഗ്രസിൻ്റെ നേതാവായി വന്ന് മലയോര കർഷകരെ സംഘടിപ്പിച്ച് പിന്നീട് അവരുടെ മലയോര മേഖലയിലെ അവകാശങ്ങളും പട്ടയം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ പങ്കെടുത്ത് പിന്നീട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു ഇടതുപക്ഷവും CPIMുമായി പ്രവർത്തിച്ചു. ആ വന്ന ഘട്ടങ്ങളും പിന്നീട് CPIMനുമായി മുന്നോട്ട് പോകുന്ന പുത്തൂർ പഞ്ചായത്തിനകത്തുണ്ടായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഇരുന്ന ഘട്ടത്തിലുണ്ടായിട്ടുള്ള നിരവധി സംഘർഷമായ അവസ്ഥ, നിരവധി ആക്രമണങ്ങൾ തുടങ്ങി വിവിധ പ്രതിസന്ധികൾ, നിരവധിയായ കേസുകൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രതിസന്ധികൾ ഇപ്പോൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സജീവമായി ആ പാർട്ടിയെ പിടിച്ചു നിർത്താനും പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തി അത്തരം RSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പാർട്ടിക്കെതിരായുള്ള ആക്രമണത്തെ ചെറുത്തു നിർത്തുക ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സഹകാരിയായിട്ട് ഗോപാലൻ അറിയപ്പെടുന്നു. സഹകരണ മേഖലയിൽ ഏത് സർക്കാർ ഓഫീസിനകത്ത് ചെന്നാലും ജില്ലയിൽ അറിയപ്പെടുന്ന മികച്ച സഹകാരികൾ ഒരാളാണ് ഗോപാലേട്ടൻ അറിയപ്പെടുന്നത്.
പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കർഷക പ്രസ്ഥാനം മലയോര മേഖലയിലെ കർഷകരുടെ പട്ടയത്തിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഘട്ടത്തിൽ ഇവിടുന്ന് ഇടുക്കി പോയി ആ ഉത്തരവ് കൊണ്ടുവന്ന് ആ ഉത്തരവ് തൃശ്ശൂരിനും കൂടി ബാധകമാക്കാവുന്ന രീതിയിൽ ഗവൺമെൻറ് ഇടപെട്ട് ഉത്തരവ് ഇറക്കുന്ന കാര്യത്തിൽ ഒരു ഇടപെട്ടു തുടങ്ങി. ഇപ്പോൾ ഇന്നത്തെ റവന്യൂ മന്ത്രി ഗോപാലേട്ടൻ്റെ എന്നുള്ള ഒരു വലിയ ക്ലാസ് എന്ന് പറയണോളം അതിൻ്റെ ഒരു ഡാറ്റയൊക്കെ ഗോപാലേട്ടനാണ് ശേഖരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിന് ബലവും നൽകി ഈ പ്രദേശത്ത് ഈ സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പുത്തൂർ പഞ്ചായത്തിലൂടെ പുതിയ കാലത്ത് പാർട്ടി പ്രസ്ഥാനവും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത. നമ്മൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുക. ഈ കൊല്ലൂർ മണ്ഡലത്തിലാണെങ്കിൽ പാണക്കത്രി, പാണഞ്ചേരി, പുത്തൂർ അതിനുള്ള ദിവസങ്ങളിൽ അതിരൂക്ഷമായി നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സൊന്ന് ഇടറുക, ഒന്ന് പുറകോട്ട് പോവുക എന്നുള്ളത് നമ്മളെ പുറകോട്ട് നയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഘട്ടം. അപ്പോൾ എതിരാളിയെ നിർത്തിക്കുകയും നമ്മളെ പുറകോട്ട് പിടിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു നയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ചെറുത്തു നിൽക്കുക, ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കൂടുതൽ അവരിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കുക, അതുവഴി പഴയകാല ആളുകളുടെ സ്മരണയെ ഓർമ്മിച്ചുകൊണ്ട് പുതിയ കാല രാഷ്ട്രീയ കടമകൾ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും ഗോപാലേട്ടൻ്റെ ജ്വലിക്കുന്ന സ്മരണ നമുക്ക് കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഔദ്യോഗികമായി വളരെ നേതാവ് കൂടിയാണ് ഗോപാലൻ. ഭരണപ്രസ്ഥാനത്തിലൂടെ പാണഞ്ചേരിയിലേക്ക് കടന്നു വന്ന് പാണഞ്ചേരിയുടെ കൂടി നേതാവായി മാറി. നേരത്തെ പുത്തൂരാണ് പ്രവർത്തന മേഖലയെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടിയുള്ള ഒരു നേതാവാണ്. കുറേ അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ യോഗങ്ങളിലൊക്കെ വന്ന് സംസാരിക്കുകയും മറ്റു വിഷയങ്ങളിൽ എല്ലാത്തിനും ഉത്തരമുള്ള ഒരു നേതാവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സഖാവാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ അഭിവാദ്യം അർപ്പിക്കുന്നു.